ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ 2024 നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. admission.uoc.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള ഓരോ കോളേജിലും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡെക്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ച് എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് അതത് കോളേജുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. 20/6/2024 മുതൽ 25/6/2024 വരെ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയുള്ള റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്ന് റിപ്പോർട്ട് ചെയ്യാത്ത വിദ്യാർത്ഥികളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആ ഒരു കാര്യം ഓർക്കുക. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതത് കോളേജുകളുമായി ബന്ധപ്പെട്ട ശേഷം പ്രവേശനത്തിന് ഹാജരാവേണ്ടതാണ്. മേൽ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും അതത് കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുക. അതായത് ആ റിപ്പോർട്ടിംഗ് സമയത്ത് നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണോ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തത് ആ കോളേജുകളിലെല്ലാം നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇത് റാങ്ക് ലിസ്റ്റ് വൈസിലാണ് അഡ്മിഷൻ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിൽ നടക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് റാങ്ക് മുതൽ തുടങ്ങും. അങ്ങനെ ഓരോ റാങ്കിലുള്ളവരെ അവർ കോൺടാക്ട് ചെയ്തിട്ടാണ് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ കോളേജിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളെ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത റാങ്കിലുള്ളവരെ വിളിക്കുകയും അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങോട്ട് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുൻപ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായി അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലേണ്ടതെന്ന് കോളേജിൽ നിന്ന് അറിയിക്കും. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ് ലോഗിൻ വഴി മാൻഡേറ്ററി ഫീസ് അടയ്ക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ മാൻഡേറ്ററി ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലാണ് ആദ്യമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. അതല്ല നിങ്ങൾ ഓൾറെഡി അടച്ചതാണെങ്കിൽ നിങ്ങൾ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടയ്ക്കുക. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിൽ 3ാം അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് 2ാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടി ഹയർ ഓപ്ഷൻ നിലനിർത്തി 3ാം അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ ആരംഭിക്കുന്നത് വരെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് ഹാജരാകാൻ സമയം അനുവദിക്കുന്നതായി അതത് കോളേജുകളോട് ആവശ്യപ്പെടാവുന്നതാണ്. അതായത് ഇപ്പോൾ 2ാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത പല വിദ്യാർത്ഥികളും ഉണ്ടാവും. അവരുടെ ഹയർ ഓപ്ഷൻസ് അവർ നിലനിർത്തിയിട്ടുണ്ടാവും. അപ്പം ആ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ആ ഹയർ ഓപ്ഷനിലുള്ള ഏതെങ്കിലും കോളേജ് ലഭിക്കാനായിട്ട് 3ാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ തന്നെ അലോട്ട്മെൻ്റ് ഒന്നും ലഭിക്കാതെ 3ാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അവർ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി നിങ്ങളെ കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സമയം അവരോട് ചോദിക്കാവുന്നതാണ്. സമയം അനുവദിക്കണമെന്ന് നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ സ്റ്റുഡൻറ് ലോഗിൻ വഴി വിദ്യാർത്ഥികൾക്ക് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോളേജിലെ റാങ്ക് നില പരിശോധിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ കോളേജിലും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ ഒരുപാട് സീറ്റുകളൊന്നും ഉണ്ടാവില്ല. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. എങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ പലരും ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ലഭിച്ചെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് അവർ ചിലപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തവരുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കില്ല. അപ്പോൾ അവരുടെ സീറ്റുകളൊക്കെ അവിടെ വേക്കൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള വേക്കൻസി അല്ലെങ്കിൽ അങ്ങനെയുള്ള സീറ്റുകൾ ലഭിക്കുന്നത് അടുത്ത റാങ്കിലുള്ളവർക്കാണ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തെങ്കിൽ ആ കുട്ടിയുടെ റാങ്കിന് തൊട്ടടുത്തുള്ള നെക്സ്റ്റ് റാങ്ക് ആരുടെയാണോ ആ കുട്ടിക്കായിരിക്കും നെക്സ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതും നിങ്ങളും അതത് കോളേജുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് ഇനിയും കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കേസിൽ ഇനിയും അങ്ങനെ ഒരു ചാൻസ് കുറവാണ്. ഓക്കെ, സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
വീണ്ടും കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ലായിരുന്നു. ഈ വർഷം ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നറിയില്ല, മിക്കവാറും സാധ്യത കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനലും അതുപോലെ ഫീസും നിങ്ങൾ അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ് എയ്ഡിൻ്റെ ഫീസാണ് വരുന്നത്, ഒരുപാട് ഫീസ് വരില്ല, ഗവൺമെൻറ് ഫീസാണ് വരുന്നത്. ഫീസ് സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വരുന്നത് തേർഡ് അലോട്ട്മെൻ്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.